വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 3-ാം ദിവസത്തെ ശീവേലിക്ക് ഗുരുവായൂർ സിദ്ധാർത്ഥൻ തിടംപറ്റി. ഗോപി കണ്ണൻ, കൊളക്കാടൻ കുട്ടികൃഷ്ണൻ എന്നീ ഉള്ളാനകൾ അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാർ, സതീശന്മാരാർ, കേളത്ത് അരവിന്ദാക്ഷന്മാരാർ എന്നിവർ മേളത്തിന് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം ഭക്തിഗാനമേള, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, ഭരതനാട്യം, സംഗീത കച്ചേരി, രാത്രി വിളക്കെഴുന്നള്ളിപ്പ്, കഥകളി എന്നിവ നടന്നു. SNDP യോഗം നാട്ടിക പഞ്ചായത്തിൽ മൈക്രോ ഫിനാൻസ് വാർഷികവും കുടുംബ സംഗമവും നടത്തി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷ്ഠയുടെ 101-ാം വാർഷികവും ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ശിവഗിരിയിലെ ഗുജറാത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്നത് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ ഒരു വലിയ വാർത്തയായി നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ വിമർശിക്കുന്നവൻ ആര്, അല്ലെ എന്തിനു വേണ്ടി വിമർശിക്കുന്നു, അല്ലെ ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇന്ത്യ ഭരിക്കുന്ന നേരത്തെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കെല്ലാം വളരെയധികം സന്തോഷമാണ്, ശ്രീ അനിൽ പൊളിക്കൻ. അദ്ദേഹം തൃശ്ശൂരിലെ ഏറ്റവും നല്ല പഞ്ചായത്ത്, വളരെ കുറച്ചു കാലം കൊണ്ട് അദ്ദേഹം അധികാരമേറ്റ് വളരെ കുറച്ചു കാലം കൊണ്ട് ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിച്ച യൂണിയൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ ജയന്തൻ പുത്തൂര് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, അനിൽ പുളിക്കൻ, PV സുദീപ് കുമാർ, മോഹനൻ കണ്ണമ്പുള്ളി, സലിം തഷ്നാത്ത്, വിശ്വംഭരൻ മാസ്റ്റർ, നരേന്ദ്രൻ തയ്യിൽ, പ്രകാശ് കടവിൽ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി തൃപ്രയാറിൽ നിന്നും ഘോഷയാത്രയും ഉണ്ടായിരുന്നു. മൈക്രോ ഫൈനാൻസിന്റെ 2013 ഉദ്ഘാടനത്തിൽ ചടങ്ങിന് തിരി തെളിയിച്ച് 2 മണിക്കൂറിന് ശേഷം നാഴികമണി പത്രങ്ങൾ മൈക്രോ ഫൈനാൻസിന്റെ തീരദേശത്തിന്റെ ഹരമായിരുന്ന കൊമ്പൻ ചേറ്റുവ കണ്ണൻ ചരിഞ്ഞു. 7 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ കോഴിക്കോട് വെച്ചായിരുന്നു അന്ത്യം. ചേറ്റുവ സ്വദേശി പോക്കാക്കില്ലത്ത് അഷറഫിന്റെ ഉടമസ്ഥതയിലായിരുന്ന കുട്ടിക്കൊമ്പനെ 15 ദിവസം മുൻപാണ് കോഴിക്കോട് സ്വദേശി വാസുദേവൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ചെവിക്ക് നീർക്കെട്ട് വന്നതിനെ തുടർന്ന് ചികിത്സിച്ചിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കൊമ്പൻ ചരിഞ്ഞത്. ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, ശീവേലി, കലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ഭഗവതിയുടെ തിടംപേറ്റി. രാത്രിയിൽ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഏറാട്ട് തറവാട് കുടുംബസംഗമം ഞായറാഴ്ച പെരിഞ്ഞനം UP സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ വെച്ചാണ്
സമ്മേളനം നടക്കുന്നത്. വിവിധ പരിപാടികളിലൂടെയാണ് ആഘോഷിക്കുന്നത്. രണ്ടാമത്തെ വാർഷികമാണ്. ക്ഷേമസഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്കും ഉത്സവം നടത്തുന്നതിന് വേണ്ടി കൂട്ടായി പ്രവർത്തിക്കുക. രാവിലെ 10-ന് കാരുമാത്ര വിജയൻ ശാന്തി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. EG രവീന്ദ്രൻ അധ്യക്ഷനാകും. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും കലാപരിപാടികളും നടക്കും. ഭാരവാഹികളായ ER കാർത്തികേയൻ മാസ്റ്റർ, EG രവീന്ദ്രൻ, ER ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 3-ാം ദിവസമായ വെള്ളിയാഴ്ച ശ്രീകൃഷ്ണാവതാരമാണ് പാരായണം ചെയ്തത്. രാവിലെ ഗണപതി ഹവനം, ശ്രീകൃഷ്ണ പൂജ, വിഷ്ണു സഹസ്രനാമാർച്ചന എന്നിവ നടന്നു. ഉച്ചയ്ക്ക് നടന്ന ഉണ്ണിയൂട്ടിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. രാത്രിയിൽ ഭജനയും ഭാഗവത പ്രഭാഷണവും ഉണ്ടായിരുന്നു. വൈക്കം വിജയകുമാറാണ് യജ്ഞാചാര്യൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെയും തൃപ്രയാർ റൈഹാൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മുതൽ 1 മണി വരെ 3 പീടിക വ്യാപാര ഭവനിലാണ് ക്യാമ്പ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എടത്തിരുത്തി എലുവത്തിങ്കൽ റപ്പായി ഭാര്യ റോസ നിര്യാതയായി. 97 വയസ്സായിരുന്നു. സെലീന, എൽസി, ജോർജ്, ജോണി, കൊച്ചുമേരി, ആശ എന്നിവർ മക്കളും ഈനാഷു, ജോസ്, എൽസി, ജെസി, ഔസേപ്പ്, ജോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏങ്ങണ്ടിയൂരിൽ സ്കൂട്ടറിന് പുറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. ചേറ്റുവ കറുപ്പം വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ ജെറീനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. ആനാപ്പുഴയിൽ 3 ടിപ്പർ ലോറികൾ തല്ലിത്തകർത്തു. SNDP യോഗം നാട്ടിക പഞ്ചായത്തിൽ മൈക്രോ ഫിനാൻസ് വാർഷികവും കുടുംബസംഗമവും നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.